ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് അത്ര ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല കേട്ടോ അത്. എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുണ്ടാവും. നമ്മുടെ വീഡിയോയിൽ സാശക്കുട്ടീനെ കാണിക്കാനുണ്ടായിരുന്നു. ഞങ്ങളുടെ പെറ്റാണ് സാശക്കുട്ടി. 6 വയസ്സാണ് പ്രായം ഉണ്ടായിരുന്നത്. ഞങ്ങളെന്നെ വിട്ട് പോയിട്ടാ. ഇപ്പോൾ ഒരു മാസമാവുന്നു. കഴിഞ്ഞ ജൂൺ 27-ാം തീയതിയാണ് സാശ ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കയ്യിലുള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ ഇടാമെന്ന്. എൻ്റെ കയ്യിൽ ഇനിയും ഫോട്ടോസ് ഉണ്ട്, പക്ഷേ അത് ഹാർഡ് ഡിസ്കിലായതുകൊണ്ടും നമ്മുടെ ലാപ്പിൽ നിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ടും എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സേവ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇപ്പോൾ ഉള്ള ഫോൺ എപ്പോഴും മെമ്മറി ഫുള്ളായിട്ട് കാണിക്കണോണ്ട് തന്നെ എനിക്കിത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാമല്ലോ, ഈവൻ മൊബൈലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോലും. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 2020-ലാണ് ഞങ്ങൾ പെറ്റ് മേടിക്കണത്. അത് എനിക്കാണെങ്കിൽ ഈ പട്ടീനെയും പൂച്ചേനെയും ഒന്നും എനിക്ക് ഇഷ്ടമേ അല്ല കേട്ടോ. അപ്പോൾ അമ്മൂൻ്റെയും അപ്പൂൻ്റെയും വാശിയുടെ കാരണം ഏട്ടൻ പറഞ്ഞു എന്നാൽ ശരി ഒരു ലാബിന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് സുബീഷിൻ്റെ അടുത്ത് നിന്നാണ് ലാബായ സാശക്കുട്ടീനെ കൊണ്ടുവരുന്നത്. വെറും 1 മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തൊട്ടിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ സാശക്കുട്ടി ജൂൺ 27-ാം തീയതി ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയിട്ടാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 വർഷത്തിനിടയ്ക്ക് ഒരു അസുഖവും വന്നിട്ടില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡാണെങ്കിലും എല്ലാം കൊടുത്ത് ഒരു കാര്യത്തിന് പോലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ഇയർലിയുള്ള വാക്സിൻ എടുക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വന്നിട്ടുള്ളൂ. ഒരു സ്കിന്നിനൊരു ഇഷ്യോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, നമ്മുടെ അടുത്ത വീട്ടിലാണെങ്കിലും അതുപോലെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെ ഡോഗ്സ് ആണെങ്കിലും അവരെ ഓരോ ഇഷ്യൂ ആയിട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ പറയും നമ്മുടെ സാശക്കുട്ടിക്ക് ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഞാൻ ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ക്രോസ് ചെയ്തിട്ട് സാശക്കുട്ടി പ്രസവിച്ച് ഒരു 7 മക്കളൊക്കെ ഉണ്ടായി. അതിലൊരു കുട്ടി മരിച്ചു. ഒരു കുട്ടീനെ പിന്നെ ക്രോസ് ചെയ്ത് സുബീഷ് സ്റ്റഡായിട്ട് എടുക്കുമല്ലോ, അതെടുത്തു. പിന്നെയുള്ള മക്കളെ നമ്മൾ അങ്ങനെ കൊടുക്കും ചെയ്തു. പിന്നെ നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കൊന്നും ചെയ്തില്ല കേട്ടോ. കാരണം എനിക്കാണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു ഒരിക്കലെങ്കിലും അത് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ച് കുട്ടികളെന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ 2026 മാർച്ചിൽ ഞങ്ങളുടെ അച്ഛൻ മരിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഒരു 10-20 ദിവസം എന്താ പറയുക അവിടെയായിരുന്നു. പക്ഷേ ഞാൻ ഫുഡൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ ആയതുകൊണ്ട് ഫുഡൊക്കെ വന്ന് വെച്ച് കൊടുക്കും. അപ്പോഴും കുഴപ്പങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും സാശ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ടയേർഡായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അന്ന് ഇതേപോലെ എന്തൊക്കെയോ മരുന്നൊക്കെ തന്നു. അത് ഈ വെറ്റിനറി ഹോസ്പിറ്റലിൽ, നമ്മുടെ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി. അവിടുന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഏപ്രിലിൽ നമ്മുടെ സാശക്കുട്ടി അമ്മൂനെ ഒന്ന് കടിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അമ്മും അപ്പും അത്രയ്ക്കും കൂട്ടാണ് സാശനായിട്ട്. കൂടുതൽ അമ്മുവാണ്. ഒരുമിച്ച് എന്ത് ചെയ്താലും തിരിച്ചൊന്നും ചെയ്യില്ല. കണ്ണെഴുതിക്കലും പൊട്ടുകുത്തിക്കലും സാശക്കുട്ടിയുടെ മേല് കയറിയിരുന്ന് കളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അവളുടെ വലുപ്പത്തിൽ അവൾ വലുതാവുമ്പോൾ തൊട്ടിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഒരു എന്ത് ചെയ്താലും തിരിച്ചൊന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ ഏപ്രിലിൽ അമ്മൂനെ കടിച്ചു. അതെന്താ വെച്ചാൽ സാശക്കുട്ടി അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ സമയത്ത് അമ്മു പപ്പടം കൊണ്ടുകൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് പോയത് ആ സമയത്ത് കൈ കയറി പിടിക്കുക ചെയ്ത്. അത് കഴിഞ്ഞ് അമ്മു ആണ് എന്ന് പറഞ്ഞോട് കൂടിയിട്ട് വിട്ടു. ഞാൻ നമ്മുടെ CCTVയിൽ നമുക്ക് കാണാമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്മു ആണ് എന്ന് പറഞ്ഞോട് കൂടിയിട്ട് പെട്ടെന്ന് അത് കൈ വിട്ടു. പക്ഷേ ബ്ലഡ് വന്നു കേട്ടോ. പല്ല് അമർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കുത്തി. അന്ന് പിന്നെ അങ്ങോട്ട് സാക്ഷിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഒരു ഹാപ്പി ഇല്ല, പറ്റിപ്പോയല്ലോ എന്നുള്ള രീതിക്കുള്ള അങ്ങനെ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഭയങ്കര ടയേർഡ്നെസ്സും ഫുഡ് കഴിക്കാണ്ടായി. അപ്പം ഞാൻ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് കുറേ മരുന്നും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. അവിടെ ഒരുവിധം എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു കേട്ടോ. എക്കോ, അതുപോലെ തന്നെ കുറേ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു. അപ്പോൾ വയറ്റിൽ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എക്കോ, ഹാർട്ട് ബീറ്റിൻ്റെ പിന്നെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്ത് മരുന്നൊക്കെ തന്ന് പിന്നെ അപ്പം തന്നെ എനിക്ക് ജൂണിൽ ഇവിടെ പോകണമായിരുന്നു. ഡൽഹിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ മീൻസ് യോഗയുടെ 1 മാസത്തെ കോഴ്സ് ഞാൻ പ്ലാൻ ചെയ്തതാണ്. ഫെബ്രുവരിയിൽ കഴിഞ്ഞ് മാർച്ചിൽ പോകേണ്ടതാണ്. അന്ന് ഇതേപോലെ എനിക്കൊരു ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് അത് പോസ്റ്റ്പോൺ ചെയ്തു. പിന്നെ മെയ്യിൽ വിചാരിച്ചു, അത് നടന്നില്ല. അപ്പോൾ പിന്നെ ജൂണിലേക്കായി. അപ്പം ഞാൻ പോയി. അതിന് മുന്നേ